കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ സാങ്കേതിക അന്വേഷണം ആരംഭിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷിക്കുമെന്നും PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് നൽകിയെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിനടുത്ത് പുക ഉയർന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലമോ ബാറ്ററിക്കകത്തെ പ്രശ്നമോ ആയിരിക്കാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2026 ഒക്ടോബർ വരെ വാറന്റിയുള്ള MRI UPS യൂണിറ്റാണ് പൊട്ടിത്തെറിച്ചത്. 6 മാസം മുൻപ് വരെ മെയിന്റനൻസ് നടത്തിയതാണ്. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണം. അപകടം ഉണ്ടാകുമ്പോൾ 151 രോഗികളായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇവരെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. മരണം സംബന്ധിച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. പോസ്റ്റ്മോർട്ടം വഴി തന്നെ കാരണം വ്യക്തമാകാനാവും. മറ്റു മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ടീമായിരിക്കും കേസ് അന്വേഷിക്കുക. അപകടമുണ്ടായ ബ്ലോക്കിൽ അത്യാഹിത വിഭാഗം ഉടൻ ആരംഭിക്കില്ല. വയറിംഗ് ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. പരമാവധി വേഗത്തിൽ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുകയാണ്. PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പരിശോധന പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. കാരണം നമുക്കിപ്പോൾ MRI മെഷീൻ ഈ കൂളിംഗ് സംവിധാനം ഒന്നുമില്ലാതെ അത് ആ നിലയിൽ നിലനിർത്തുക, അങ്ങനെ നിലനിർത്തി പോന്നാൽ മെഷീന് കേടുപാടുകൾ സംഭവിക്കും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ ചികിത്സാ ചെലവിന്റെ കാര്യത്തിൽ മന്ത്രി വ്യക്തമായ മറുപടി നൽകിയില്ല. ഡോക്ടർമാർ ചികിത്സാ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടില്ല. ആർക്കെങ്കിലും ചികിത്സ നിഷേധിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.